കേരളം കാത്ത തീരുമാനം ആലയിലൊരുങ്ങുകയാണ്. ആരാണ് മുഖ്യമന്ത്രി കസേരയിൽ? 102 എന്ന വലിയ സംഖ്യയിലേക്ക് വിജയമെത്തിച്ച നേതാവിനെ വഴിയിൽ ഉപേക്ഷിച്ച് അടുത്തൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് വഴി തെളിച്ചൊരു തീരുമാനമാകുമോ ഹൈക്കമാൻഡിന്റെ തെളിച്ചമുള്ള തീരുമാനം? കേരളം എന്ന സംസ്ഥാനത്തിന്റെ ഗ്രൌണ്ട് റിയാലിറ്റി തിരിച്ചറിയുന്നതിൽ ഹൈക്കമാൻഡ് പരാജയപ്പെടുകയാണോ? തെരഞ്ഞെടുപ്പിന്റെ വിജയശില്പിയെ വഴിയിൽ ഉപേക്ഷിച്ച് നീതി നിഷേധത്തിനൊരുങ്ങുകയാണോ ഹൈക്കമാൻഡ്? മുഷ്ടി ചുരുട്ടി തെരുവിലിറങ്ങിയവരിൽ കോൺഗ്രസ് അണികളും പിണറായി ഭരണത്തിന് മറുപടി നൽകിയവരും ലീഗ് പ്രവർത്തകരും ഭൂരിപക്ഷവും ന്യൂനപക്ഷവുമുണ്ട്. അവരെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ജനം എന്ന്. ജനകീയ പ്രതിഷേധത്തെയാണോ നിങ്ങൾ അച്ചടക്ക ലംഘനം എന്ന് വിളിക്കുന്നത്? ജനഹിതം അനുകൂലമാക്കുന്ന തിരക്കിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം കളിക്കാഞ്ഞതാണോ വി ഡി സതീശൻ എന്ന നേതാവിന്റെ ന്യൂനത? പ്രതിപക്ഷസ്വരമായി സർക്കാരിനെ ചോദ്യമുനയിൽ നിർത്തിയ നേതാവിനെ, വർഗീയ കോമരങ്ങൾക്കെതിരെ ഉറച്ച സ്വരത്തിൽ പ്രതികരിച്ച നേതാവിനെ നിരാകരിക്കുന്ന തീരുമാനമാണോ അങ്ങ് മുകളിൽ നിന്നും വരാനിരിക്കുന്നത്? 2011 ചുണ്ടിനും കപ്പിനുമിടയിൽ നിങ്ങൾ പിൻവലിച്ച മന്ത്രിസ്ഥാനമാണ് വി ഡിക്ക്